മക്കയിലെ ധനികനും പ്രമാണിയുമായിരുന്ന അബ്ദുല്ലാഹി ബിൻ ജദാന്റെ ആട്ടിൻപറ്റങ്ങളുമായി മഹാനായ ബിലാൽ ബിൻ റബാഹ് തങ്ങൾ മക്കയിലെ മലഞ്ചെരിവുകളിലൂടെ ആടിനെ മേച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ ഒരു ഗുഹയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും വിശ്രമിക്കുന്നുണ്ട്. ഹിജ്റയുടെ വേളയിൽ സിദ്ദീഖ് തങ്ങളും നബിയും വിശ്രമിക്കുന്ന ആ ഇരുത്തമല്ല. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ മുശ്രിക്കീങ്ങളുടെ പീഡനം സഹിക്കാൻ വയ്യാതെ രണ്ടുപേരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഗുഹയിൽ വന്നിരിക്കാറുണ്ട്. അതുപോലൊരു വേളയിലാണ് സംഭവം. നിബിതങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. അന്ന് ബിലാൽ തങ്ങൾ മുസ്ലിമായിട്ടില്ല. മക്കയിലെ നീചനായ കറുത്ത ബിലാലിനെയാണ് എല്ലാവർക്കും അറിയുന്നത്. നിബിതങ്ങൾ ബിലാലിനെ വിളിച്ചു, യാ റായി ഹൽ മിൻ ലബൻ, എനിക്കും അബൂബക്കറിനും കുടിക്കാൻ നിന്റെ ആട്ടിൻപറ്റങ്ങളിൽ ഇത്തിരി പാലുണ്ടോ? ഞങ്ങൾക്ക് കുടിക്കാൻ ഇത്തിരി പാല് തരാമോ? നിബിതങ്ങൾ ബിലാലിനോട് ചോദിച്ചു. ബിലാലിൻ്റെ മറുപടി, മാലി ഇല്ല ഷാത്തുൻ മിൻഹ പൂത്തി, എനിക്കിന്ന് കുടിക്കാനുള്ള പാലല്ലാതെ കൂടുതലായി ഒന്നും ഈ ആട്ടിൻപറ്റങ്ങളിൽ ഇല്ല കേട്ടോ. ഇൻ ശിഅ്തുമാ ആസറത്തുക്കുമാ ബിലബനി ഹല്യവും, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഇന്നത്തെ പാലുകൂടി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ബിലാലിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു. റസൂൽ അപ്പോൾ ഒരു പാത്രം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പാത്രം കൊണ്ടുവന്നു. ഒട്ടിയുണങ്ങിയ ആ ആടിൻ്റെ അകിടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുന്നു. എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട് റസൂൽ. ശേഷം പാല് കറക്കാൻ തുടങ്ങി. ആ പാത്രം നിറയെ നിബിതങ്ങൾ പാല് കറന്നു. ശേഷം അതിൽ നിന്ന് നിബിതങ്ങൾ കുടിച്ചു. സിദ്ദീഖ് തങ്ങൾ കുടിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവും കുടിച്ചു. ആടുകളെ കൊണ്ടും പാല് കുടിപ്പിച്ചു. അപ്പോഴും പാല് ബാക്കിയായിരുന്നു. ഒട്ടിയുണങ്ങിയ അകിടുമായി വന്ന ആട്ടിൻപറ്റങ്ങൾ സമൃദ്ധമായ പാലുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ബിലാൽ തങ്ങൾ അതീവ സന്തുഷ്ടനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ തങ്ങൾ പോകാനിരിക്കുമ്പോൾ ബിലാലിനോട് ചോദിച്ചു, ഹല്ലക ഫിൽ ഇസ്ലാം ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. ബിലാൽ, നിനക്ക് മുസ്ലിമാകാൻ താല്പര്യമുണ്ടോ? ഇസ്ലാമിൻ്റെ ശാദ്വലമായ തീരത്തെ കണയുവാൻ നിനക്ക് താല്പര്യമുണ്ടോ ബിലാൽ? ബിലാലിന് പിന്നീട് സങ്കോചങ്ങളില്ലായിരുന്നു. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ബിലാൽ ചോദിച്ചില്ല. എന്ത് തെളിവാണ് നിങ്ങൾക്ക് നിരത്താനുള്ളതെന്ന് ബിലാൽ അന്വേഷിച്ചില്ല. റസൂലിനെ ബിലാലിനറിയാമായിരുന്നു. മക്കയിലെ വിശ്വസ്തനായ മുഹമ്മദ്, എല്ലാവർക്കും പ്രിയപ്പെട്ട മുഹമ്മദ്, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട മക്കയിലെ വിശ്വസ്തനായ അൽ അമീനായ മുഹമ്മദ്. ബിലാൽ ഒരു സങ്കോചവും കൂടാതെ ഒരു സംശയവുമില്ലാതെ റസൂലിൽ വിശ്വസിച്ചു. ബലായ റസൂലല്ലാഹ്, എനിക്ക് ഇസ്ലാമിലേക്ക് വരാൻ അതീവ താല്പര്യമുണ്ട്. ബിലാൽ തങ്ങൾ അങ്ങനെ മുസ്ലിമാകുന്നു. ശേഷം 3-4 ദിവസം അതേ ഗുഹയിൽ വന്ന് ബിലാൽ തങ്ങൾ ഇസ്ലാമിനെ പഠിക്കുന്നുണ്ട്. അന്നേ ദിവസം പോകാനിരിക്കുമ്പോൾ റസൂൽ ഈ ഒരു സംഭവം, നിങ്ങൾ മുസ്ലിമായ വിവരം ആരെയും അറിയിക്കണ്ട എന്ന് റസൂൽ ബിലാൽ തങ്ങളോട് പറഞ്ഞു. കാരണം റസൂലിന് അറിയാമായിരുന്നു, ബിലാലെങ്ങാനും മുസ്ലിമായ വാർത്ത മക്കാ മുശ്രിക്കുകൾ അബ്ദുല്ലാഹി ബിൻ ജദാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കഷ്ടമായി പോകും. അവർ അങ്ങേ വേണ്ടുവോളം പീഡിപ്പിച്ചു കളയും, അങ്ങേ വേദനിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ഈ മുസ്ലിമായ വിവരം ആരെയും അറിയിക്കരുത് കേട്ടോ. ബിലാൽ തങ്ങൾ അതനുസരിച്ചു. ആടുകളെയും കൊണ്ട് അബ്ദുല്ലാഹി ബിൻ ജദാന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ആകെ ആശ്ചര്യപ്പെട്ടുപോയി. ഒട്ടിയുണങ്ങിയ അകിടുള്ള ഈ ആടുകൾ എങ്ങനെയാണ് ഇങ്ങനെ സമൃദ്ധമായി തിരിച്ചു വരുന്നത്? അവർ അത്ഭുതപ്പെട്ടുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു അവരോടൊന്നും പറഞ്ഞില്ല. നടന്നു കഴിഞ്ഞ സംഭവങ്ങളൊന്നും ബിലാൽ തങ്ങൾ അവരോട് പറഞ്ഞതുമില്ല. അങ്ങനെയാണ് മക്കയിലെ അടിമയായിരുന്ന ബിലാൽ, കറുത്തവരായിരുന്ന ബിലാൽ, ആട്ടിയോടിക്കപ്പെട്ടിരുന്ന ബിലാൽ ഇസ്ലാമിൽ ശാന്തത തേടിയത്, ഇസ്ലാമിൽ മനോഹരമായി പ്രവാചകൻ്റെ അനുയായിയായത്. പിന്നീട് അങ്ങോട്ട് ബിലാൽ ഇസ്ലാമിൻ്റെതായിരുന്നു. പ്രവാചകനേറെ ബിലാലിനെ ഇഷ്ടപ്പെട്ടിരുന്നു. പ്രമുഖരായ സഹാബത്തൊക്കെയും നോക്കി നിൽക്കുമ്പോൾ
ആദ്യമായി മക്കയുടെ മിനാരങ്ങളിൽ ബാങ്കുലി ഉയർത്താൻ ഭാഗ്യം ലഭിച്ചത് അത് ബിലാലിനായിരുന്നു. ഇടയ്ക്കിടെ റസൂൽ ബിലാലിനോട് പറയുമായിരുന്നു, അരഹ്ന ബിഹായ ബിലാൽ, അങ്ങയുടെ ബാങ്കുലി ഒന്ന് കേൾക്കട്ടെ ബിലാൽ, അതിൽ നിന്ന് ഞങ്ങൾക്കൊരു സന്തോഷം നേടാനുണ്ട്. അങ്ങയുടെ ബാങ്കുലി മൂലം ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം തരൂ ബിലാൽ, ഞങ്ങൾ അത് കേട്ട് സന്തോഷിക്കട്ടെ എന്ന് റസൂൽ പറയുമായിരുന്നു ബിലാലിനോട്. അട്ടിയൊടിക്കപ്പെട്ടിരുന്ന ബിലാലിന് ശാദ്വലമായൊരിടം നൽകിയത് മഹത്തരമായ ഇസ്ലാമായിരുന്നു.